എന്നിട്ട് ചോദിക്കും ഈ വരികളിൽ എന്താണ് കവയിത്രി അർത്ഥമാക്കുന്നത്, എന്താണ് അർത്ഥമാക്കുന്നത്? ഒറ്റപ്പെടലിൻ്റെ വേദനയാണ് ഈ ഒരു വരികളിൽ നിന്നും മനസ്സിലാകുന്നത്. കാരണം മനുഷ്യൻ്റെ കാര്യവും, അതായത് നമ്മുടെ കവിതയിൽ ഒരു ഉൽപ്രേക്ഷ, ഉപമ പോലെയുള്ള എന്തുണ്ടാവും, അലങ്കാരങ്ങളൊക്കെ ചേർക്കും. അപ്പോൾ മനുഷ്യരും ഇതുപോലെ, പോലെ പറയും ഉപമ കേട്ടോ. ഉപമ മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ ഇത് താനല്ലയോ എന്ന് വർണ്ണത്തിൽ ആശങ്ക ഉൽപ്രേക്ഷാഖ്യ അലങ്കൃതി. അതൊരു അലങ്കാരമാണ് ഉൽപ്രേക്ഷ. ഇവിടെ ഉപമ ഒന്നൊന്നിനോട് ചൊന്നാമതും ഉപമയാമത്, അങ്ങനെയാണ് അതിൻ്റെ ഒരു അലങ്കാരം. അപ്പോൾ ഉപമ, ഉൽപ്രേക്ഷ തുടങ്ങിയ മഞ്ചരി വൃത്തങ്ങൾ, ശ്രുതകാകളി വൃത്തത്തിൽ രണ്ടാം പാദത്തിൽ അന്ത്യമം രണ്ടക്ഷരം കുറഞ്ഞീടിൽ അത് മഞ്ചരിയായിടും. അപ്പൊ മിസ്സി പറഞ്ഞതൊക്കെ എന്താണ്? അലങ്കാരങ്ങളാണ്. അപ്പൊ നമ്മളിവിടെ അലങ്കാരം ഉപമയാണ്. ഉപമ അത് ഒന്നൊന്നിനോട് ചൊന്നാമത് ഉപമയാമത്, അത് ഒന്നൊന്നിനോട് എന്ത് പറയാണ്? ആലങ്കാരികമായി കൂട്ടി പറയുന്നു. ഇവിടെ എന്താണ് ഉപമ പറയുന്നത്? എന്താ ഇവിടെ അലങ്കാര ഉപമ ആവാൻ എന്താ കാരണം? ഇടറും ഈ ഗാനമെന്ന് ഏറ്റുപാടാൻ കൂടെ ഇണയില്ല കൂട്ടിന് കിളകി. കിളികൾ ആരും ഇല്ല. അപ്പൊ ഇത് ഒറ്റപ്പെടുന്ന ഒരു മനുഷ്യനെ പോലെയാണ് ആരും നമ്മുടെ കിളികളും. മനുഷ്യൻ എങ്ങനെയാണ് ഒറ്റപ്പെടുന്നത്? വൃദ്ധരായ മാതാപിതാക്കളൊക്കെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സമൂഹം എന്നത് പോലെയാണ് നമ്മുടെ കിളിയും ഒറ്റപ്പെട്ടു പോയി. കിളിയുടെ കൂട്ടിന് ആരുമില്ല, ഇണക്കിളിയില്ല, കൂടെ ഒരു കിളി പോലും ഇല്ല, സഹായിക്കാനൊന്നും ആരുമില്ല. കാരണം സഹായിക്കാൻ എന്തുകൊണ്ട്? ഒരു ചിറകൊടിഞ്ഞതല്ലേ മനുഷ്യൻ. എന്താ ചിറകൊടിഞ്ഞത് പോലെ മനുഷ്യൻ എന്തുപോലെ ആവും? മനുഷ്യന് പണവും പ്രതാവും ഒക്കെ നഷ്ടപ്പെട്ട് ആരോഗ്യ ആയുസ്സൊന്നും ഉണ്ടെങ്കിലും അവർ അത്രയും വൃദ്ധരായിരിക്കുമ്പോൾ ആരെങ്കിലും ഒരു തുണ വേണം എന്ന് തോന്നുമ്പോൾ ആരും ഇല്ലാതിരിക്കുന്നത് പോലെ, ആ പോലെയാണ് നമ്മൾ എന്ത് ഉപമ എന്ന് പറയുന്നത്. പോലെയാണ് നമ്മുടെ കിളി എവിടെ ഇരിക്കുന്നത്? ഈ ഒരു മര കൊമ്പിൽ, ഇതിലാണ് മരക്കുറ്റിയിൽ ഇരിക്കുന്നത്. അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ആൻസർ മിസ് പറഞ്ഞു. നെക്സ്റ്റ്, ഇടറുമി ഗാനമെന്ന് ഏറ്റുപാടാൻ കൂടെ കിളയുമില്ല ആരുമില്ല. നെക്സ്റ്റ്, പതിവ് പോൽ കൊത്തി പിരിഞ്ഞു പോയി മേച്ചൂടിയിൽ ഇടവെച്ച് കൊച്ചുമക്കൾ. എല്ലാവരും കൊത്തി പിരിഞ്ഞു പോയി അല്ലേ? അതും ഇപ്പോഴത്തെ ഒരു കുടുംബ പശ്ചാത്തലം അല്ലേ? അതായത് കുട്ടികളെല്ലാവരും വളർന്നു ഇപ്പൊ കൂട്ടുകുടുംബമൊന്നും ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ആദ്യം അച്ഛൻ, അനിയന്റെ ഭാര്യ, അതിന്റെ അനിയന്റെ ഭാര്യ, പെങ്ങളെ മക്കളൊക്കെ ഒരുമിച്ചായിരുന്നു. പക്ഷെ ഇപ്പൊ കൂട്ടുകുടുംബ വ്യവസ്ഥയില്ല. ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് ഒതുങ്ങിപ്പോയൊരു സമൂഹത്തിനെയും സുഗതകുമാരി എന്ന് പറയുന്ന കവയിത്രി സമൂഹത്തിലേക്ക് കാണിച്ചു കൊടുക്കുന്നു അല്ലേ? കാരണം കൊത്തിപ്പിരിയാണ്, എല്ലാവരും കൊത്തി പിരിയും, ഒറ്റക്കായി പോവാണ് അവസാനം അച്ഛനും അമ്മയും. പിന്നെ ആർക്കുമില്ലാതെ വെളിച്ചവും ഗാനവും കാറ്റും മനസ്സിൽ കുടിയിരുത്തി വരവായൊരന്തിയെ കണ്ണാൽ ഒഴിഞ്ഞുകൊണ്ട് കൊച്ചുരാവു പൂണർന്ന നേരം. രാത്രിയും പകലൊന്നില്ലാതെ എന്ത് ചെയ്യുന്നു? രാത്രിയും പകലൊന്നില്ലാതെ കാത്തിരിക്കുകയാണ്, ആരെങ്കിലും വരും ഞങ്ങളെ നോക്കാൻ, ആരെങ്കിലും ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ പറയുന്നത്. വരവായൊരന്തിയെ കണ്ണാൽ ഒഴിഞ്ഞുകൊണ്ട് ഒരു കൊച്ചു പൂവ് ആണ് ഉണർന്ന നേരം അല്ലെ? രാത്രിയാണ്. ഈ പൂക്കളൊക്കെ വിടരുന്നത് രാത്രിയാണല്ലേ? അപ്പം ഇങ്ങനെ കണ്ണ് ചിമ്മാതെ കാത്തിരിക്കുക എന്നൊക്കെ പറയില്ലേ? കവികൾക്ക് കൂടുതൽ എന്താണ്? നല്ല സാഹിത്യ ഭാഷകൾ ഉപയോഗിക്കുന്നവരാണല്ലോ കവികൾ. അപ്പോൾ കൊച്ചു രാപ്പൂവ് പിന്നെ ഉണരുന്നതും കാണുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? പൂക്കളൊക്കെ അധികം വിടരുന്നത് രാത്രിയാണ്. അപ്പോൾ പൂക്കൾ വിടരുന്നതും കാണുന്നത്. അപ്പോൾ ഇവർ ഊണും ഉറക്കവും ഇല്ലാതെ കാത്തിരിക്കുകയാണ്, ആരെങ്കിലും ഞങ്ങളെ നോക്കാൻ വരും എന്നുള്ള ഒരു വൃദ്ധരായ ആളുകളും അങ്ങനെയല്ല ചിന്തിക്കുന്നത്. തൻ്റെ മക്കൾ എന്തെങ്കിലും നമ്മളെ കൂട്ടാൻ വരുന്നില്ല. ഇപ്പം മിസ് തന്നെ പോയിട്ടുണ്ട്, പല വൃദ്ധസദനങ്ങളോ സന്ദർശനത്തിന് പോയിട്ടുണ്ട്. മിസ്സിൻ്റെ കുട്ടികളൊക്കെ കൊണ്ട് പോയിട്ടുണ്ട്. മിസ്സിൻ്റെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ കൊണ്ട് പോകുമ്പോൾ ഈ ഒരുപക്ഷെ ഞങ്ങൾ കോഴിക്കോട് ഒരു കുറച്ച് മുമ്പ് പോയപ്പോൾ അവിടെ നിൽക്കുന്ന അവിടെ കണ്ണിലെ ദയനീയത ദുഃഖമൊക്കെ കാണുമ്പോൾ നേരിട്ട് കണ്ട ഒരാളെന്ന നിലയിൽ മിസ് പറയുന്നത് ഭയങ്കരമായിട്ടൊരു വ്യവസ്ഥ തന്നെയാണത്. കാരണം അത് കൂടിക്കൂടി വരിക എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ കവയിത്രി പറഞ്ഞാൽ ഒരു തെറ്റുമില്ല, അതാണ് മിസ്സിൻ്റെ ഒരു അഭിപ്രായം. കാരണം നേരിട്ട് കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു അമ്മ, ഞങ്ങൾ പോയെന്ന ഒരു അമ്മ മക്കൾ ഉപേക്ഷിച്ച് പോയ അമ്മ കരയായിരുന്നു. എന്നിട്ടും അവിടെ ഒരു സത്യം എന്താ മിസ് പോയപ്പോൾ മനസ്സിലാക്കിയ ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും മക്കളോടൊരു എന്താ പറയുക, ഒരു ദേഷ്യം പോലും ഈ ഒരു ഇവർക്കില്ല, ഈ മാതാപിതാക്കൾക്കില്ല. അവരെന്തെങ്കിലും ഞങ്ങളെ കൊണ്ടുപോകാൻ വരും, വരുന്ന പ്രതീക്ഷയാണ്, അവരെ കണ്ണിലൊക്കെ പ്രതീക്ഷയാണ്. അത് തന്നെയാണ് കവയിത്രി ഇതിലും പറയുന്നത്. ഇവരിങ്ങനെ കാത്തിരിക്കുകയാണ്. അത് രാത്രി പൂവിടരുന്ന കാണണമെങ്കിൽ എന്താണ്? ഇവർ കണ്ണിമ ചിമ്മാതെ കാത്തിരിക്കുന്നെന്നാണ് പറയുന്നത്. പിന്നെന്താ പറയുന്നത്? ഇരുളിൽ തിളങ്ങും ഈ പാട്ടു കേൾക്കാൻ കൂടെ മരമുണ്ട്, മഴയുണ്ട്, കുളിരുമുണ്ട്. ഒരു പാട്ടു കൂടി പതുക്കെ മൂളുന്നിതാ ചിറകൊടിഞ്ഞ ഈ കാട്ടുപക്ഷി. അപ്പോൾ ഒരു പാട്ടും കൂടി ഞാൻ പാടട്ടെ, ആരെങ്കിലും കേൾക്കാനുണ്ടാവും, അപ്പം എന്നെ ആരെ നോക്കാൻ വരുമോ, കൂട്ടിക്കൊണ്ടുവരുമോ എന്നാണ് ഇവിടെ കവിയത്തെ ഉപദേശിക്കുന്നത്. നിഴലുണ്ട്, നിഴലും പുഴയും, തലയാട്ടുവാൻ താഴെ വഴിമരച്ചോട്ടിലെ പുല്ലും എല്ലാം ഉണ്ട്. നിഴലും പുല്ലും ഇലയൊക്കെ ഉണ്ട്. പക്ഷേ ഒരിറ്റി വെള്ളം നൽകാനോ ഒരു നോക്കാനോ ജീവനുള്ള ആരും ഇല്ലല്ലോ എന്നാണ് നമ്മുടെ ഈ കിളി പറയുന്നത്. മനുഷ്യരുടെ അവസ്ഥ അങ്ങനെയാണ്. നമ്മൾ പ്രായം കൂടും, നമ്മളെ നോക്കാൻ ആരും ഇല്ലല്ലോ എന്നുള്ളതാണ് പറയുന്നത്.
അപ്പാട്ടിൽ പിന്നെ ആരുമില്ലെങ്കിൽ എന്തായിരം കൊമ്പത്ത് താരുകളുണ്ട് താരങ്ങളുണ്ട്. അപ്പം ആരുമില്ലെങ്കിലും ആകാശത്ത് നക്ഷത്രങ്ങളുണ്ടല്ലോ, അവർ എന്നെ നോക്കുന്നുണ്ടല്ലോ. അപ്പം ഉണ്ടാവുമല്ലോ ഈ വൃദ്ധരായ ആളുകൾക്ക് ആരുമില്ലെങ്കിൽ ദൈവം ഉണ്ടല്ലോ എന്നുള്ളൊരു അങ്ങനെ ഒരു ഇത് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പാട്ടിൽ ആഹ്ലാദ തേനുമുണ്ട്, കനിവഴും സ്വപ്നങ്ങളുണ്ട്, കണ്ണുനീരുണ്ട്. അപ്പോൾ ഈ പാട്ടിൽ, കിളിയുടെ ഈ പാട്ടിൽ കണ്ണുനീരാണ് ഏറ്റവും കൂടുതൽ. കാരണം ഒരു ചിറകൊടിഞ്ഞു, താൻ തകർന്നു പോയിരിക്കുന്നു, തനിക്ക് ശാരീരികപരമായിട്ട് വയ്യ, എന്നിട്ടൊരു തുള്ളി വെള്ളം തരാൻ, തന്നെ നോക്കാനോ തൻ്റെ ഒടിഞ്ഞ ചിറകിലേക്ക് മരുന്ന് പുരട്ടിത്തരാൻ ആരുമില്ലല്ലോ എന്നുള്ള കണ്ണീരോടുകൂടെയുള്ള നമ്മുടെ പക്ഷിയുടെ പാട്ടാണ് ഇവിടെ പരാമർശിക്കുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്, ആ പാട്ടിൽ ആഹ്ലാദ തേനുണ്ട്, കനിവഴും സ്വപ്നം എന്തുകൊണ്ടാണ് കവി ഈ വരികളിലൂടെ കണ്ണുനീരുണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് കണ്ണുനീര്? നമ്മുടെ കിളിയെ നോക്കാനില്ല ആ സമയത്ത്, തൻ്റെ ചിറകൊടിഞ്ഞ സമയത്ത് പോലും തനിക്കൊരു വെള്ളം തരാനോ ഒടിഞ്ഞ ചിറക് മരുന്ന് പുരട്ടി തരാനോ ആരുമില്ല. മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന പ്രായമായ ആളുകളെ ഉപേക്ഷിച്ച് പോകുമ്പോൾ പ്രായമായവർ അനുഭവിക്കുന്ന വിഷമമാണ് അല്ലെങ്കിൽ പ്രയാസമാണ് നമ്മുടെ കവയിത്രി ഈ ഒരു വരികളിലൂടെ ഉദ്ദേശിക്കുന്നതാണ് അതിൻ്റെ ആൻസർ എഴുതേണ്ടത്. ഓക്കെ, നെക്സ്റ്റ്. ഇനിയും പറക്കില്ല ഒരു പാട്ട് പിന്നെയും പാടവേ താൻ കൊച്ചു ചിറകിൻ്റെ നോവ് മറന്നു പോകുക. അപ്പോൾ ഒടിഞ്ഞ ചിറകിൻ്റെ വേദന ഉണ്ടെങ്കിൽ പിന്നെയും പാടാനാണ് തോന്നുന്നത്. ഇനിയും പറക്കില്ല എന്നതോർക്കാതെ വിരിവാനമുള്ളാൽ പുണർന്നുകൊണ്ടേ. അപ്പോൾ ഇനി എനിക്ക് പറക്കാൻ പറ്റുന്നില്ല, ചിറകൊടിഞ്ഞാൽ പിന്നെ പക്ഷികൾ പറക്കാൻ പറ്റുന്നില്ല. അതായത് ചിറകൊടിയാന്ന് പറഞ്ഞാൽ എന്താണ്? പ്രായമായ ആളുകൾക്ക് പിന്നെ ജോലിക്കൊന്നും പോകാൻ കഴിയില്ല, അവരെന്തൊടിഞ്ഞു പോയി. ചിറകൊടിഞ്ഞ നിലയിലാണ് പ്രായമായ ആളുകളിലെ. വൃദ്ധരായ പിന്നെ അവർക്ക് എന്തില്ല, മുന്നോട്ട് ഓടാനും ചാടാനും പണ്ടത്തെ പോലെയുള്ള ആ ഒരു ശക്തി പ്രകടനം നടക്കാൻ സമയമൊന്നും ഉണ്ടാവില്ല, അധ്വാനിക്കാനൊന്നും പറ്റത്തില്ല. അതേപോലെ നമ്മൾ കിളിയും എന്താണ്, ചിറകൊടിഞ്ഞ് ഒരു ഭാഗത്തായി, എന്നെ ആരും നോക്കാനില്ലല്ലോ എന്നുള്ള പരാതിയും പരിഭവവുമാണ് ഈ കവിതയിലൂടെ പറയുന്നത്. വെട്ടിയ കുറ്റിനുമേൽ ചാഞ്ഞിരുന്ന ആദ്രമായി ഒറ്റ ചിറകിൻ്റെ താളമോടെ. അപ്പോൾ ഒരു ചിറകറ്റിട്ടും ഈ ഒറ്റ മരച്ചില്ലയിൽ ഇരുന്നു കൊണ്ട് ആർദ്രതയോടെ പാട്ട് പാടുന്നു. ഒരു പാട്ട് വീണ്ടും തെളിഞ്ഞു പാടുന്നു. ഇതാ ചിറകൊടിഞ്ഞ ചിറക് ഒടിഞ്ഞ ഈ കാട്ടുപക്ഷി അല്ലേ, ഒരു ചിറകൊടിഞ്ഞിട്ടും വീണ്ടും പാടാനാണ് നമ്മുടെ പക്ഷി ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പം എന്താണ് നമ്മളെ ഈ ഒരു കവിതയിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? എന്തൊക്കെയാണ് മിസ് പറഞ്ഞത്? ആദ്യം ഇതിൽ ഒരു മരക്കുറ്റി എന്നതുകൊണ്ട് കവി എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ ആൻസർ എന്താ നിങ്ങൾ പറയാ? എന്താണ്? വനനശീകരണം, അല്ലെങ്കിൽ നമ്മുടെ എന്ത് നശിപ്പിക്കുന്നത്? മരം വെട്ടി നശിപ്പിക്കരുത്, നമ്മൾ പരിസ്ഥിതിയെ സംരക്ഷിക്കണം എന്നുള്ളൊരു സന്ദേശം ആണ് സുഗതകുമാരി എന്നുള്ള ഒരു കവയിത്രി ഈ ഒരു കവിതയിലൂടെ പരാമർശിക്കുന്നത്. മഴു എന്ന് ഇൻവെർട്ടർ കോമയിലിട്ട് എന്തുകൊണ്ടാണ് മഴു എന്നൊരു പദം ഇവിടെ ഉപയോഗിക്കാൻ കാരണം? മഴു എന്നത് മനുഷ്യർ മരം വെട്ടി നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ്. ആ ആയുധത്തിൻ്റെ ഒരു പേരാണ് കവയിത്രി ഇവിടെ ഉദ്ദേശിച്ചത്. അത് എന്തിനെ കൂടി അടയാളമാണ്? പരിസ്ഥിതി വിനാശത്തിന് മനുഷ്യൻ കാരണമാണ് എന്നുള്ളൊരു അടയാളം കൂടിയാണ് നമ്മുടെ കവിതയിലൂടെ പരാമർശിക്കുന്നത്. പിന്നെ ആപത്ത് കാലത്ത് ഉപകരിക്കപ്പെടാത്ത മക്കൾ, ഈ വാക്യം കവിതയ്ക്ക് എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നു? എന്തുകൊണ്ടാണ് ഇവിടെ എപ്പോഴാണ് പറയുന്നത്? നമ്മുടെ കിളിയുടെ ഒരവസ്ഥ അതിൽ പറയുന്നില്ലേ? എൻ്റെ ഒടിഞ്ഞ ചിറക് നോക്കാനും പോലും ആരുമില്ല എന്നുള്ളൊരു ഇതിലേ മിസ് പറഞ്ഞിട്ടില്ലേ? ഇതിലെ നോവുമെന്നോർത്തോ മഴ തന്ന മാമരക്കും ഒരു പാട്ട് പിന്നെയും ഇരുളിൽ തിളങ്ങുമ പാട്ടു കേൾക്കാം. മഴയുണ്ട് മരമുണ്ട് കുളിരുമുണ്ട്, പക്ഷെ ഇടറുമീ ഗാനമോ നേറ്റുപാടാൻ കൂടെ ആരില്ല, ഇണക്കിളികളുമില്ല, കൂടെ ഇണയുമില്ല, മറ്റു കിളികളുമില്ല. അപ്പൊ ആരുമില്ലാതെ ആവുന്ന വൃദ്ധരായ ആളുകളുടെ ഒരു വിഷമോ ഒരു പ്രയാസം കൂടി ഇതിലൂടെ പറയുന്നു. ആപത്ത് കാലത്ത് ഉപകരിക്കപ്പെടാത്ത മക്കൾ എന്നുള്ള ഒരു കൺസെപ്റ്റ്, ഒരു സങ്കല്പം. അതായത് നമ്മുടെ കിളിക്ക് ആപത്ത് വന്നു അല്ലേ, ചിറകൊടിഞ്ഞൊരാപത്തല്ലേ, ചിറകൊടിഞ്ഞ് ഒരു ആപത്ത് വന്നപ്പോൾ കൂടെ നോക്കാൻ ആരുമില്ല എന്നുള്ളൊരു പ്രയോഗം കൂടി വരുന്നതും നമുക്കൊരു സന്ദേശമാണ്. മൊത്തത്തിൽ എന്താണ് ഇതിൽ പറയുന്നത്? ഇത്രത്തോളം പ്രാധാന്യം നൽകിയത് എവിടെ ഇരുന്നാണ് കിളി പാട്ട് പാടിയത്? ഒറ്റ വാക്കിൽ ഉത്തരം പറ. എവിടെ ഇരുന്നാണ് കിളി പാട്ട് പാടിയത്? മരക്കുറ്റിയിലിരുന്ന്. മരക്കുറ്റി എന്ന പദം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? മനുഷ്യർ മരം വെട്ടി നശിപ്പിച്ച, അതുകൊണ്ടാണ് മരക്കുറ്റി എന്നുള്ളൊരു പദം അവിടെ നമ്മുടെ കവയിത്രി ഉപയോഗിക്കാൻ കാരണം. പിന്നെന്താ അതിൽ ക്വസ്റ്റ്യൻ വന്നത്? വനനശീകരണം, പിന്നെ ഒറ്റപ്പെടൽ, വനനശീകരണം എന്നുള്ള രണ്ട് സങ്കല്പങ്ങളും കൂടി നമ്മുടെ എഴുത്തുകാരി അല്ലെങ്കിൽ കവയിത്രി ഇതിൽ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ കവിത മൊത്തത്തിൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വനനശീകരണം, ഒറ്റപ്പെടൽ, വൃദ്ധരായ നമ്മുടെ മിസ് വ്യക്തിപരമായിട്ട് നിങ്ങളോട് പറയാൻ എന്താ ഉള്ളത്? നമ്മളെ പ്രായമായവരെ ഒരിക്കലും ഉപേക്ഷിക്കപ്പെടാതെ ചേർത്ത് നിർത്തി അവരെ നമ്മൾ കൂടുതൽ കെയർ കൊടുത്തുകൊണ്ട് സംരക്ഷിക്കണം എന്നുള്ളതും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ക്ലാസ് നമുക്കിവിടെ
അവസാനിപ്പിക്കാം. ഓക്കെ.